മക്കളെ, ONV സാറേ ദാസേട്ടന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ദാസേട്ടൻ പാടാനില്ല, ദാസേട്ടൻ പാടിയത് അതല്ല, ദാസേട്ടൻ്റെ ശബ്ദത്തെക്കുറിച്ച് അതേ ഒരു പാട്ട് എഴുതി. ഇത് ആലപ്പി രംഗനാഥ് മാഷാണ് ചെയ്ത് കമ്പോസ്. കേട്ടുണ്ടോ നിങ്ങൾ? പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമ എങ്ങനെ വന്നു. അത് പാടിത്തരല്ലേ? പിന്നെ അത് കേൾക്കണം. ദാസേട്ടന്റെ ശബ്ദത്തെ കുറിച്ചുള്ളൊരു പിന്നെ അത് നിങ്ങൾ അല്ല, കവിത ആസ്വദിക്കുന്നവരാണെങ്കിൽ ഇത് രസിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത്. പക്ഷേ അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് രംഗമാഷ. അദ്ദേഹം തന്നെയാണ് പാടിയേക്കുന്നത്, ദാസേട്ടൻ. നിങ്ങളിത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ ആരെങ്കിലും? നല്ല പിള്ളേർ. പാറു, ഒരു ഡെഡിക്കേഷനും കൂടെ പാറു. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമയിങ്ങനെ വന്നു. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമയിങ്ങനെ വന്നു. നിശയുടെ മടിയിൽ നീ വന്നു പിറന്നൊരാ നിമിഷത്തിൻ ധന്യതയാലോ. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമയിങ്ങനെ വന്നു. പരമപ്രകാശത്തിൻ ഒരു ബിന്ദുവാരോ നിൻ നെറുകയിലെത്തിക്കയാലോ. പരമപ്രകാശത്തിൻ ഒരു ബിന്ദുവാരോ നിൻ നെറുകയിലെത്തിക്കയാലോ. പറയൂ നിൻ ഗാനത്തിലാരും കൊതിക്കുമീ മധുരിമയിങ്ങനെ വന്നു. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമയിങ്ങനെ വന്നു. ഇരുളിൻ്റെ കൂടാരം ആകെ കുലുങ്ങുമാറിയ പൂഞ്ചിറകുകൾ വീശി. ഇരുളിൻ്റെ കൂടാരമാകെ കുലുങ്ങുമാറിയ പൂഞ്ചിറകുകൾ വീശി. വരുമൊരു ഷസ്സിൻ്റെ തേരുരുൾ പാട്ടിൻ്റെ ശ്രുതിയൊത്തു പാടുകയാലോ. പറയൂ നിൻ ഗാനത്തിൽ കേൾക്കാത്ത രാഗത്തിൻ മധുരിമയിങ്ങനെ വന്നു. മധുരിമയിങ്ങനെ വന്നു. മധുരിമയിങ്ങനെ വന്നു.